നമസ്കാരം. കുറേ മാസങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു ഈ ഒരു ടോപ്പിക് ചെയ്യുമ്പോൾ എന്ന് രണ്ടുപേർ റിക്വസ്റ്റ് ചെയ്തിട്ട്. അതിനുശേഷം അവരുടെ കമൻസ് ഒന്നും കണ്ടില്ല. പിണങ്ങിയിട്ടുണ്ടാകുമോ എന്നറിയില്ല. ഈ ഒരു ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ കൂടുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് ഒറ്റ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നല്ല നല്ലത്. ഒറ്റയിരിപ്പിൽ പഠിക്കാൻ മടുപ്പ് പോകുന്നുണ്ടെങ്കിൽ ಪಗುದಿಯಾಗಿ കാണുക. ಓಕೆ. ಬಟ್ಟೆ ಅಂಗಡಿಯವರು ಮತ್ತು ಗ್ರಾಹಕರ ನಡುವಿನ ಸಂಭಾಷಣೆ. ಬಟ್ಟೆ വസ്ത്രം, ಅಂಗಡಿ ഷോപ്പ്. അപ്പോൾ ಅಂಗಡಿಯವರು ഷോപ്പിലുള്ള ആൾക്കാർ, ഉദ്ദേശിക്കുന്നത് ഷോപ്പ് കീപ്പർ, അതായത് സെയിൽസ് പേഴ്സൺ. ബಟ್ಟೆ ಅಂಗಡಿಯವರು അതായത് ഗാർമെൻറ്റ് ഷോപ്പിലുള്ള സെയിൽസ് പേഴ്സൺസ്. ಮತ್ತು കൂടാതെ ഗ്രാഹക എന്ന് പറയുമ്പോൾ കസ്റ്റമർ, ഗ്രാഹകರ കസ്റ്റമറുടെ നടുവിന അതായത് തമ്മിലുള്ള സംഭാഷണം. ബന്നി സർ അല്ലെ ബന്നി മാം, അതായത് നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ വെൽക്കം ചെയ്യല്ലേ. അപ്പോൾ ബന്നി സർ, ബന്നി മാം, അതായത് വരൂ സർ. ഏൻ ಬೇಕಾಗಿತ್ತು സർ, അല്ലെങ്കിൽ ഏൻ ಬೇಕಾಗಿತ್ತು മാം, എന്ത് വേണമായിരുന്നു സർ. ഷർട്ട്. സൈസ് ಎಷ್ಟು? സൈസ് എത്രയാണ്? 40. നമ്പേഴ്സൊക്കെ നമുക്ക് ഇംഗ്ലീഷ് തന്നെ പറയാം അല്ലേ. 40. ഫുൾ സ്ലീവാ ഹാഫ് സ്ലീവാ? ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ഹാഫ് സ്ലീവാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫുൾ സ്ലീവാ അഥവാ ഹാഫ് സ്ലീവാ? അഥവാ എന്ന് ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല. അത് ഫുൾ സ്ലീവാ ഹാഫ് സ്ലീവ്, അതായത് ഫുൾ സ്ലീവാണോ ഹാഫ് സ്ലീവാണോ? സ്ലീവാ അങ്ങനെ മാത്രം ചോദിച്ചാൽ മതി. അതായത് അതിനർത്ഥം സ്ലീവാണോ, ഫുൾ സ്ലീവ്. ഇതാകಬಹುದಾ? ഇത് ആകಬಹುದಾ, അതായത് ഇത് മതിയോ. അതായത് ഒരു ഷർട്ട് കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇത് മതിയോ. നമ്മൾ വേറെ എന്തെങ്കിലും സാധനം, അതായത് നമ്മൾ എന്തെങ്കിലും സാധനം കൊടുത്തതിന് ശേഷം നമ്മൾ ചോദിക്കും ഇത് മതിയോ അല്ലേ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇഷ്ടു സാക്ക എന്ന് വേണം ചോദിക്കാൻ. ഇഷ്ടു സാക്ക, ഇത്ര മതിയോ. സ്ട്രൈപ്സ് ഇറുത് ಬೇಡ, സ്ട്രൈപ്സ് ഉള്ളത് വേണ്ട. സ്ട്രൈപ്സ് ഇറുത് ಬೇಡ, സ്ട്രൈപ്സ് ഉള്ളത് വേണ്ട. അപ്പോൾ സ്ട്രൈപ്സ് എന്ന് പറയുമ്പോൾ കന്നഡയിൽ നമുക്ക് എങ്ങനെ പറയാം? ಗೆರೆ. ನೋಡಿ ಇದು ಹೇಗಿದೆ, ನೋಡಿ ಇದು ಹೇಗಿದೆ, നോക്കൂ ഇതെങ്ങനെയുണ്ട്, ഇത് എങ്ങനെയുണ്ട്. ഈ കളർ ನನಗೆ ಸೂಟ್ ಆಗಲ್ಲ, ഈ കളർ ನನಗೆ ಸೂಟ್ ಆಗಲ್ಲ, ഈ കളർ എനിക്ക് ചേരില്ല. അപ്പോൾ സ്യൂട്ട് ആകല്ല നമുക്ക് ഇംഗ്ലീഷ് വേർഡാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കന്നഡ വാക്കാണെങ്കിൽ നമുക്ക് പറയാം ഈ കളർ ನನಗೆ ಹೊಂದುವುದಿಲ್ಲ, ಹೊಂದುವುದಿಲ್ಲ അല്ലെങ്കിൽ സറി ಹೊಂದುವುದಿಲ್ಲ. അപ്പോൾ ഈ കന്നഡ വാക്കിനേക്കാളും കൂടുതലായി ഉപയോഗിക്കുന്നത് സ്യൂട്ട് എന്ന വാക്ക് തന്നെയാണ്. ಅದನ್ನು ತೋರಿಸಿ, അതായത് കസ്റ്റമർ ഒരു ഷർട്ട് കാണിച്ച് പറയുകയാണ് അത് കാണിക്കൂ. ಅದನ್ನು ತೋರಿಸಿ. ഓ ಇದು ಆಫೀಸಿಗೆ ಹಾಕೋಕೆ ಆಗಲ್ಲ, ഇത് ഓഫീസിಗೆ, ഓഫീസിലേക്ക്, ಹಾಕೋಕೆ ಹಾಕುವುದಕ್ಕೆ, അതാണ് ഷോർട്ടായി ಹಾಕೋಕೆ. അത് ധരിക്കാൻ ഇടാൻ ಆಗಲ್ಲ, ആകുವುದಿല്ല, അതാണ് ಆಗಲ್ಲ, അതായത് ഓഫീസിലേക്ക് ഇടാൻ കഴിയില്ല. ഇതന്ന അല്ലെങ്കിൽ ഇതന്നു എന്ന വാക്കും പകരമായി ഈ വാക്കിന് പകരമായി ഉപയോഗിക്കാം. ಇದನ್ನು ಆಫೀಸಿಗೆ ಹಾಕೋಕೆ ಆಗಲ್ಲ, ಇದನ್ನ ഓഫീസിಗೆ ಹಾಕೋಕೆ ಆಗಲ್ಲ. അപ്പോൾ ഇതിനെ എന്നർത്ഥം വരും. രണ്ട് രീതിയിലും ഉപയോഗിക്കാം. ആ ഷർട്ട് ತೋರಿಸಿ, ആ ഷർട്ട് കാണിക്കൂ. ആ ഷർട്ട് ತೋರಿಸಿ, ತೋರಿಸಿ ബഹുമാനത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇൻഫോർമൽ ആണെങ്കിൽ ತೋರಿಸು. ಅದು ನಿಮಗೆ ಆಗಲ್ಲ, ಅದು ನಿಮಗೆ ಆಗಲ್ಲ, അതായത് അത് നിങ്ങൾക്ക് പറ്റില്ല. സൈസ് ചിക്കതു, സൈസ് ചെറുതാണ്, ചിക്കതു. വലുതാണെങ്കിൽ ದೊಡ್ಡದು, സൈസ് ചെറുതാണ്. ಸೈಜ್ ದೊಡ್ಡದು, ಸೈಜ್ ವಲುದಾണ്. ಹಾಗಾದರೆ ಅಲ್ಲಿ ಕಾಣ್ತಾ ಇರುವ ಎರಡನೇ ಷರ್ಟ್ ತೋರಿಸಿ. ಹಾಗಾದರೆ അങ്ങനെയാണെങ്കിൽ
ಅಲ್ಲಿ ಕಾಣ್ತಾ ಇರುವ, ಅಲ್ಲಿ അവിടെ ಕಾಣ್ತಾ ಇರುವ കാണുന്ന. ಎರಡನೇ ഷർട്ട് ತೋರಿಸಿ, ಎರಡನೆಯ രണ്ടാമത്തെ ഷർട്ട് കാണിക്കൂ. ಇದುವಾ, ಇದಾಣೋ? ಹೌದು ಅದೇ, ಹೌದು അതെ. അതുവേ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതെ ചുരുക്കി നമുക്ക് അതെ, അല്ലെങ്കിൽ ഇതുവേ ഇത് തന്നെ എന്നുള്ള അർത്ഥത്തിൽ. ഇതേ എന്ന് പറയുമ്പോൾ ഇത് തന്നെ എന്നുള്ള അർത്ഥത്തിൽ പറയാം. ഇതേ അല്ലെങ്കിൽ ഇതുവേ, അതെ അല്ലെങ്കിൽ അതുവേ. ഇതുവാ ഇതാണോ, അതുവാ അതാണോ? ഓ ಇದು ಕೂಡ ಚಿಕ್ಕದ ಅಂತ, ಇದು ಕೂಡ ಚಿಕ್ಕದ ಅಂತ. ഇതും ചെറുതാണെന്ന് തോന്നുന്നു. ಇದು ಕೂಡ ಚಿಕ್ಕದ ಅಂತ, ഇതും ചെറുതാണെന്ന് തോന്നുന്നു. ಇದು ಕೂಡ ದೊಡ್ಡದ ಅಂತ, ഇതും വലുതാണെന്ന് തോന്നുന്നു. ಇದರದ್ದು ದೊಡ್ಡ ಸೈಜ್ ಇದೆಯಾ, ಇದರದ್ದು ದೊಡ್ಡ ಸೈಜ್ ಇದೆಯಾ? ഇതിൻ്റെ തന്നെ വലിയ സൈസ് ഉണ്ടോ? ഇതിനകത്ത് ചിക്ക സൈസ് ಇದೆಯಾ, ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ടോ? ನೋಡ್ತೇನೆ, നോക്കട്ടെ. ನೋಡಿ ಇದಲ್ವಾ, നോക്കൂ ಇದಲ್ಲೇ. ಹೌದು ಅದೇ, ಹೌದು ಅದೇ, ಅದೇ ಅದು തന്നെ. ಅದರ ಬೆಲೆ ಎಷ್ಟು, ಅದರ ಬೆಲೆ ಎಷ್ಟು? അതിൻ്റെ വില എത്രയാണ്? 999. ഇത് ತುಂಬ ದುಬಾರಿ, അതായത് ഇത് വളരെ കോസ്റ്റ്ലി ആണ്, അല്ലെങ്കിൽ ಬೆಲೆ ತುಂಬ ದುಬಾರಿ അങ്ങനെയും പറയാം. ಕಡಿಮೆ ಬೆಲೆದು ತೋರಿಸಿ, കടിമೆ ಬೆಲೆದು ತೋರಿಸಿ. കಡಿಮೆ അതായത് കുറഞ്ഞ വിലയുള്ളത് കാണിക്കൂ. കಡಿಮೆ ಬೆಲೆಯದು അതായത് ಬೆಲೆದು ತೋರಿಸಿ, കുറഞ്ഞ വിലയുടെ കാണിക്കൂ. റിയാಯಿತಿ ഇಲ್ವಾ, റിയാಯಿತಿ ഇಲ್ವಾ, ಡಿಸ್ಕೌಂಟ್ ಇಲ್ಲೇ. ನೀವು ತೆಗೆದುಕೊಳ್ಳಿ, നിങ്ങൾ എടുത്തോളൂ. ರೇಟ್ ಕಡಿಮೆ ಮಾಡ್ತಾರೆ, ಅಲ್ಲೇ ಬೆಲೆ ಕಡಿಮೆ ಮಾಡ್ತಾರೆ, ವಿಲ ಪೂರೈಕಂ. ಇದನ್ನೊಮ್ಮೆ ಹಾಕಿ ನೋಡ್ಬೋದಾ, ಇದನ್ನೊಮ್ಮೆ, ಇದನ್ನು ಒಮ್ಮೆ, അതായത് ഇതൊന്ന് ഹാക്കി നോಡ್ಬೋದಾ, ധരിച്ച് നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ ഇട്ട് നോക്കാമോ. ಇದನ್ನೊಮ್ಮೆ ಹಾಕಿ ನೋಡ್ಬೋದಾ, ഇതൊന്ന് ധരിച്ച് നോക്കാമോ, ഇട്ട് നോക്കാമോ. ನೋಡಿ ട്രയൽ റൂം അല്ലിದೆ, നോക്കൂ ട്രയൽ റൂം അവിടെയാണ്, അത് അവിടെയുണ്ട്. ആ കട ಇದೆ, ആ ഭാഗത്തുണ്ട്. ഈ കട ಇದೆ, ഈ ഭാഗത്തുണ്ട്. ಆಯಿತು, ಇದನ್ನು ಪ್ಯಾಕ್ ಮಾಡಿ. ശരി, ഇത് പാക്ക് ചെയ്യൂ. ಬೇರೆ ಏನು ಬೇಕು ಸರ್, ಬೇರೆ വേറെ ಏನು ಬೇಕು സർ, എന്ത് വേണം സർ, എന്താ വേണ്ടത് സർ. പാൻറ് ತೋರಿಸ್ತೀರಾ, എഴുതി ശ്രദ്ധിക്കുക, പ്യാ എന്നാണ് എഴുതിയിരിക്കുന്നത്, പാൻറ്റ്. പാൻറ് ತೋರಿಸ್ತೀರಾ. മലയാള പ്രൊനൗൺസിയേഷൻ പറയുമ്പോൾ പാൻറ് എന്ന് പറയും, പക്ഷെ കന്നഡയിൽ പറയുമ്പോൾ പാൻറ്റ്. പാൻറ് ತೋರಿಸ್ತೀರಾ കാണാം, ഇവിടെ ട് എന്ന പ്രൊനൗൺസിയേഷനാണ്. പാൻറ് കാണിക്കാമോ. ಯಾವುದು, ജീൻസാ കോട്ടണോ, ഏതാണ്, ജീൻസാണോ കോട്ടണാണോ? ജീൻസ്. ಯಾವ കളർ ಬೇಕು, ഏത് കളറാണ് വേണ്ടത്. ഇങ്ങനെ ചോദിക്കാം, കളർ ಯಾವುದು, കളർ ഏതാണ്. ಯಾವುದೆಲ್ಲ ಕಲರ್ಸ್ ಇದೆ ತೋರಿಸಿ, ಯಾವುದೆಲ್ಲ ಕಲರ್ಸ್ ಇದೆ ತೋರಿಸಿ, ഏതൊക്കെ കളേഴ്സ് ഉണ്ട് കാണിക്കൂ. നോക്കിയതിന് ശേഷം പറയുകയാണ് ബ്ലാക്ക് കൊടി, അത് ബ്ലാക്ക് കളർ കൊടി. കന്നഡയിൽ പറയുകയാണെങ്കിൽ കപ്പ് ബണ്ണത് കൊടി, കറുപ്പ് നിറത്തിലുള്ളത് തരൂ. കൂടുതലായും ബ്ലാക്ക് കൊടി എന്ന് പറഞ്ഞാൽ മതിയാവും.
ಬೇರೆ ಏನಾದರೂ ತೆಗೆದುಕೊಳ್ತೀರಾ? ಬೇರೆ ಏನಾದರೂ ತೆಗೆದುಕೊಳ್ತೀರಾ? വേറെന്തെങ്കിലും വാങ്ങുന്നോ അല്ലെങ്കിൽ എടുക്കുന്നോ? സദ്യക്ക് ಬೇರೇನು ಬೇಡ. സദ്യക്ക്, സദ്യക്ക് എന്നല്ല അർത്ഥം. സദ്യക്ക് എന്ന് പറഞ്ഞാൽ തൽക്കാലം. ಬೇರೆ ಏನು, അതായത് ಬೇರೆ ಏನು, ಬೇರೆ ഒന്നും വേണ്ട, ಬೇಡ. ടീഷർട്ട് നോಡ್ತೀರಾ സർ? ടീഷർട്ട് നോക്കുന്നോ? ಹೊಸ ಸ್ಟಾಕ್ ಬಂದಿದೆ, ಒಮ್ಮೆ ನೋಡಿ. അതായത് ಹೊಸ സംഗ്രഹ ಬಂದಿದೆ അങ്ങനെ പറയാം. പക്ഷെ കൂടുതലായി കന്നഡ വാക്ക് ഉപയോഗിക്കാതെ ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ಹೊಸ ಸ್ಟಾಕ್ ಬಂದಿದೆ, ಒಮ್ಮೆ ನೋಡಿ, ഒന്ന് നോക്കൂ. ಒಳ್ಳೊಳ್ಳೆಯ ഡിസൈൻ ಕೂಡ ಇದೆ, അത് നല്ല നല്ല, ಒಳ್ಳೊಳ್ಳೆಯ ಒಳ್ಳೆಯ ಒಳ್ಳೆಯ, അത് ಒಳ್ಳೊಳ್ಳೆಯ ഡിസൈൻ ಕೂಡ ಇದೆ, ഡിസൈനും ഉണ്ട്. ಒಮ್ಮೆ ನೋಡಿ, ಒಳ್ಳೊಳ್ಳೆಯ ഡിസൈൻ ಕೂಡ ಇದೆ. അതായത് ഒന്ന് നോക്കൂ, നല്ല നല്ല ഡിസൈൻ ഉണ്ട്. ಇದನ್ನು ഫുൾ സ്ലീവ് ತೋರಿಸಲಾം. ಇದನ್ನು, അതായത് ടീഷർട്ടും ഫുൾ സ്ലീവ് തന്നെ കാണിക്കട്ടെ. ಇದನ್ನು ഫുൾ സ്ലീവ് ತೋರಿಸಲಾം. ಬೇಡ, ഹാഫ് സ്ലീവ് സാക്കൂ. വേണ്ട, ഹാഫ് സ്ലീവ് മതി. ഇത് ചന്ത ಇದೆಯಲ್ವಾ സർ? ಸೇಲ್ಸ್ ಪರ್ಸನ್ തന്നെ പറയാണ്, ഇത് ചന്ത ಇದೆಯಲ್ವಾ സർ? ഇത് നല്ല ഭംഗിയുണ്ടല്ലോ സർ. ನಿಮಗೆ ಚೆನ್ನಾಗಿ സ്യൂട്ട് ആಗುತ್ತೆ, നിങ്ങൾക്ക് നന്നായി ചേരും. അപ്പോൾ കന്നഡ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ಹೊಂದುತ್ತೆ, ನಿಮಗೆ ಚೆನ್ನಾಗಿ ಹೊಂದುತ್ತೆ. ಚಂದ ಏನೋ ಇದೆ, ഭംഗിയൊക്കെ ഉണ്ട്, ചന്ത ಏನೋ ಇದೆ. ಸೇಲ್ಸ್ ಪರ್ಸನ್, ಬೆಲೆನೂ ಜಾಸ್ತಿ ಇಲ್ಲ, വിലയും അധികമില്ല. ಬೆಲೆನೂ, വിലയും ಜಾಸ್ತಿ ಇಲ್ಲ, അധികമില്ല. ബറി 350 ರೂಪಾಯಿ സർ. ബറി, അതായത് വെറും 350 രൂപയാണ് സർ. 350 രൂപ സർ. ചിലപ്പോൾ നമുക്ക് അതെടുക്കണോ ഇതെടുക്കണോ എന്ന് കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോൾ ಸೇಲ್ಸ್ ಪರ್ಸನ್ തന്നെ പറയാണ്, ಎರಡನ್ನು ತಗೊಳ್ಳಿ ಸರ್. ಎರಡನ್ನು, രണ്ടും എടുത്തോളൂ സർ. ಎರಡನ್ನು ತಗೊಳ್ಳಿ ಸರ್. ഈ ಥರ ಚಾನ್ಸ್ ಇನ್ನೊಮ್ಮೆ ಸಿಗಲ್ಲ. ഈ രീതിയിലുള്ള ചാൻസ് ഇനിയും കിട്ടില്ല. ഇവിടെ തറഹ എന്നെഴുതിയതുണ്ടോ? തറഹ. പക്ഷെ സംസാരിക്കുമ്പോൾ ഹ എന്ന അക്ഷരം സൈലൻ്റ് ആണ്. അപ്പോൾ ഈ തറ എന്ന് മാത്രം വായിച്ചാൽ മതി. ഈ തറ ചാൻസ്, ഈ രീതിയിലുള്ള ചാൻസ്. ഇംഗ്ലീഷ് വാക്കിന് പകരം നമുക്ക് കന്നഡ വാക്ക് ഇങ്ങനെയാണ്, അവകാശ. അവകാശ, ഈ തറ അവകാശ, ഇതുപോലെയുള്ള ഒരു ചാൻസ് ಇನ್ನೊಮ್ಮೆ ಸಿಗಲ್ಲ, അത് ഇനി കിട്ടില്ല. റഫ്യൂസ് ಮಾಡ್ಬೋದು, റഫ്യൂസ് ചെയ്യാം. ತುಂಬ ಬಾಳಿಕೆನೂ ಬರುತ್ತೆ, അതായത് വളരെ നാൾ ഈടും നിൽക്കും. ತುಂಬ ಬಾಳಿಕೆನೂ ಬರುತ್ತೆ. ആയിത്തു, ശരി. ಎರಡನ್ನು, അതായത് രണ്ടും എടുക്കണോ? ಎರಡನ್ನು ಪ್ಯಾಕ್ ಮಾಡಬೇಕಾ എന്നാണ് ചോദിക്കുന്നത്. ಎರಡನ್ನು, രണ്ടും. ആയിത്തു, ശരി. ಇನ್ನೇನಾದರೂ ಬೇಕಾ ಸರ್? ಇನ್ನು ಏನಾದರೂ, ഇനി എന്തെങ്കിലും വേണോ സർ? ಬೇಡ, ಇನ್ನೊಮ್ಮೆ ನೋಡುವ. വേണ്ട, ಇನ್ನೊಮ್ಮೆ, ഇനി ഒരിക്കൽ നോക്കാം. ആയിത്തു സർ. കൗണ്ടറിಗೆ ಹೋಗಿ. ശരി സർ. അത് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകൂ. ഗേ എന്ന് പറയുമ്പോൾ ഡയറക്ഷനാണ്. നാനിതന്നു, നാനു ഇതന്നു, അത് ഞാനിത് അല്ലിಗೆ, അവിടേക്ക് തറുത്തേനെ, അല്ല തർത്തേനെ. തറുത്തേനെ എന്ന് പറയുമ്പോൾ റിട്ടേൺ ലാംഗ്വേജ് ആണ്. സംസാരിക്കുമ്പോൾ തർത്തേനെ എന്ന് പറയാം. ഞാനിതന്നു അല്ലിಗೆ തർത്തേനെ, ഞാനിത് അവിടേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞാണ്. ഇപ്പോൾ കസ്റ്റമറും ക്യാഷ്യറും തമ്മിലുള്ള സംഭാഷണമാണ്. മുന്നേ, അതായത് മിനിഞ്ഞാന്ന്
ನಾನೊಂದು ಷರ್ಟ್ ತೆಗೊಂಡು ಹೋಗಿದೆ. ഞാനൊരു ഷർട്ട് വാങ്ങിക്കൊണ്ട് പോയിരുന്നു. ಆದರೆ ಅದರಲ್ಲಿ ಸ್ವಲ್ಪ ಡ್ಯಾಮೇಜ್ ಇದೆ. എന്നാൽ അതിൽ കുറച്ച് ಡ್ಯಾಮೇಜ್ ഉണ്ട്. ബിൽ തന്നിದ್ದೀರಾ? ബിൽ തന്നിದ್ದೀರಾ? ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇൻഫോർമൽ ആണെങ്കിൽ ബിൽ തന്നിದ್ದೀಯಾ? കൊണ്ടുവന്നിട്ടുണ്ടോ? ಹೌದು, അതെ. റീഫണ്ട് ಮಾಡ್ತೀರಾ? റീഫണ്ട് ചെയ്യുമോ? സോറി, റീഫണ്ട് ಮಾಡೋಕ್ಕಾಗಲ್ಲ. ക്ഷമിക്കണം, റീഫണ്ട് ചെയ്യാൻ കഴിയില്ല. ಮಾಡುವುದಕ್ಕೆ ആകുವುದಿല്ല. അതാണ് ಮಾಡೋಕ್ಕಾಗಲ್ಲ എന്ന് എഴുതിയിരിക്കുന്നത്. ಮಾಡುವುದಕ್ಕೆ ആകുವುದಿല്ല, ಮಾಡೋಕ್ಕಾಗಲ್ಲ. ಬೇರೆ ತೆಗೆದುಕೊಳ್ಳಿ, അല്ലേ? വേറെ എടുത്തോളൂ. ಬೇರೆ ತೆಗೊಳ್ಳಿ എന്നും പറയാം. അത് ചുരുക്കി ತೆಗೊಳ್ಳಿ എന്ന് പറയാം. ശരി. ഓക്കെ, ഞാൻ വിചാരിച്ച പോലെ അധിക സമയം എടുത്തില്ല. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.